എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഹെൽമെറ്റിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. KYT KYTയുടെ R2R Pro എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് ഫോഗിയ മുജല്ലോ 2022 റെപ്ലിക്ക എഡീഷൻ ആണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വേഗം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. മുമ്പായിട്ട് ഇതിലൊരു ഓണേഴ്സ് മാനുവൽ എന്തോ ഒരു ബുക്ക്ലെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറെ സ്റ്റിക്കേഴ്സോ മറ്റൊന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. ഇന്തോനേഷ്യൻ ബ്രാൻഡാണ് KYT. ഇന്ത്യയിൽ അത് ഇമ്പോർട്ട് ചെയ്താണ് കൊണ്ടുവരുന്നത്. കാര്യം ഇന്ത്യൻ മെയ്ഡ് ഒരു ഹെൽമെറ്റും KYTയുടെ വരുന്നില്ല, എല്ലാം ഇമ്പോർട്ട് ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് MRP വന്നിട്ട് 17,500 രൂപയാണ്. ഈ ഒരു ഹെൽമെറ്റ് ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 മാസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ AGV K1 എടുക്കണമെന്ന് ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹെൽമെറ്റ് കിട്ടാനില്ലായിരുന്നു, പല ഷോപ്പുകളിലും ഇല്ല, സൈസിൻ്റെ പ്രശ്നം, പിന്നെ അങ്ങനെ നമുക്ക് വേണ്ട കളറുകൾ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷമാണ് K1S എന്ന് പറയുന്ന ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അതിന് എന്താ പറയുക, തീ പിടിക്കുന്ന വിലയാണ്. സോ അതിലോട്ട് നമുക്ക് പോകുന്ന ഒരു വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. സോ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് നമ്മൾ TT കോഴ്സ് എടുത്തത് എനിക്ക് എന്താ പറയുന്നത് 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ശരിക്കും അത് വെച്ചൊരു ആക്സിഡൻറ്റുമായി. ദൈവം സഹായിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ പറയുന്നത്, വളരെ എയറോഡൈനാമിക്കായിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ് TT കോഴ്സ്. സോ അതിന് ശേഷമാണ് ഈ ഹെൽമെറ്റ് ഞാൻ കണ്ടത്. സോ ഇത് കണ്ടതും എനിക്ക് എന്താ പറയുന്നത്, ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഫ്ലാറ്റ്. എനിക്ക് വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ച ഹെൽമെറ്റ്, അതേ കളർ തന്നെ വേണമെന്ന് വിചാരിച്ച ഹെൽമെറ്റ്. അങ്ങനെയാണ് ഈ ഹെൽമെറ്റിന് വേണ്ടി പലയിടത്തും അന്വേഷിച്ചിട്ട് നമ്മൾക്ക് അവസാനം നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം 200 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ കണ്ടത്. അങ്ങനെ നമ്മൾ പോയി വാങ്ങി. ഇതാണ് ഹെൽമെറ്റിൻ്റെ ചെറിയൊരു കഥ വാങ്ങിച്ചതിൻ്റെ. കവറൊക്കെ തൽക്കാലം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഹെൽമെറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഹെൽമെറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമുക്ക് നോക്കാം. അഡ്വാൻസ് തെർമോപ്ലാസ്റ്റിക് ഷെല്ലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ലൈറ്റ് വെയിറ്റ് ആണ്, 1500 ഗ്രാം എന്തോ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ എന്നാലും നമുക്കത് തലയിൽ വെക്കുമ്പോൾ യാതൊരു തരത്തിലൊരു ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്കൊരു ഫാറ്റിക് തോന്നാത്ത രീതിയിലാണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത്. കമ്പനി ആൻറ്റി സ്ക്രാച്ച് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു തരം വൈസറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. എന്നാലും ഞാൻ ഇതിൻ്റെ പുറത്ത് ആഡ് ഓൺ ആയിട്ട് ഒരു സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി പുറമേ ജസ്റ്റ് ഒരു കോട്ടിംഗ് ലെയർ, പ്രൊട്ടക്ടർ ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. കാര്യം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ വൈസർ നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് അവൈലബിൾ അല്ല ഇവിടെ. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ പിൻ ലോക്ക് റെഡി ആയിട്ടുള്ള ഒരു വൈസറാണിത്. അപ്പോൾ ഇതിൽ നമ്മുടെ R2R Proയിൽ കമ്പനി തന്നെ പിൻ ലോക്ക് 70, അതാണ് ഇതിൻ്റെ ആ ഒരു സ്യൂട്ടാകുന്ന നമ്പർ, അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ നൽകിയിട്ടുണ്ട്. സോ അത് നമുക്ക് ഡയറക്റ്റ് ഈ ഹെൽമെറ്റ് വാങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ആ ഷോപ്പിൽ തന്നെ അവരെ കൊണ്ട് ഫിക്സ് ചെയ്യിപ്പിച്ചു. ഒരു ഫോഗുള്ള സമയത്തും അതുപോലെ തന്നെ ഏർലി മോർണിംഗ് റൈഡും ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, കാഴ്ചയ്ക്കോ മറ്റ് മങ്ങലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യും. ലോക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇത് പ്രോപ്പറായിട്ട് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഇത് നോർമൽ കേസിൽ ഇത് നമ്മൾ വൺസ് ലോക്ക് ചെയ്താൽ ഇത് തന്നെ ഓപ്പൺ ആയി വരില്ല സാധാരണ ഹെൽമെറ്റിനെ പോലെ.
അതിനുശേഷം നമുക്കിത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് പുൾ ചെയ്യുക. സോ ഇങ്ങനെയാണ് വരുന്നത്. അതും കറക്റ്റ് ഒരു ലോക്കിൽ വീണ് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു വൈസറിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു വേണ്ട രീതിയിലുള്ള ആംഗിൾ ഈ ഒരു ഗ്ലാസ്സിനെ കീപ്പ് ചെയ്യാൻ സാധിക്കും. സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ്സിനൊക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള തരത്തിലുള്ള ഒരു പാഡിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യാം. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ചെവിയുടെ സൈഡിൽ വരാതെയും ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കാർബൺ ഫൈബർ ടെക്സ്ചറുള്ള ഒരു പാഡിങ്ങിൻ്റെ ഒരു ഔട്ടർ പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഒരു പ്രീമിയം ഫീലൊക്കെ നൽകുന്നുണ്ട് ഹെൽമെറ്റിന്. അതുപോലെ തന്നെ ഒരു നോസ് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രീമിയം ഫീലിനുള്ള ഒരു പാഡിങ്ങാണ് നൽകിയിരിക്കുന്നത്. സോ കാർബൺ ഫൈബർ ടെക്സ്ചേഴ്സിൻ്റെ എല്ലാ ഒരു പോർഷനുകളിലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എമർജൻസി ആയിട്ട് ഇത് ഒന്ന് ഹെൽമെറ്റ് ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ആക്സിഡൻറ്റ് കേസുകളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ സോ ഇത് സെപ്പറേറ്റ് പാഡിങ് എടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്വിക്ക് റിലീസിന് വേണ്ടി നമുക്ക് ഈ ഒരു പുൾ സ്ട്രിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുറുകെ പിടിച്ച് താഴോട്ട് വലിച്ചാൽ ഈ ഒരു 2 പാഡിങ്ങും ഈസി ആയിട്ട് റിമൂവ് ചെയ്തു വരും. അതുപോലെ തന്നെ ഡബിൾ ഡീറിംഗ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ലോഗിങ് മെക്കാനിസമാണ്. സ്റ്റിച്ചിങ് ഒക്കെ നോക്കിയാലും വളരെ പ്രീമിയം ഫീലാണ്. സോ എങ്ങും നമുക്ക് മുഴിച്ച് നിൽക്കുന്നതായിട്ടുള്ളൊരു ഫീലൊന്നുമില്ല ഹെൽമെറ്റിൽ. ശരിക്കും നമ്മൾ ആ ഒരു കൊടുത്ത പൈസയ്ക്ക് വെർത്താണ്, മൂല്യമുണ്ടെന്ന് നമുക്ക് ഈ ഒരു ഹെൽമെറ്റ് ഫീൽ ചെയ്യും. സോ ഇതിലോരോ ഡീറ്റെയിലിങ്സ് നോക്കി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിലൊരു റെഡ് സ്റ്റിച്ചൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലാണല്ലോ ഈ കൊടുത്തിരിക്കുന്ന റെഡ് സ്റ്റിച്ചിങ് ഒക്കെ വളരെ ഒരു പ്രീമിയം ഫീല് നമുക്ക് ആ ഒരു ഹെൽമെറ്റിൽ നൽകുന്നുണ്ട്. മറ്റൊരു ഹെൽമെറ്റിൽ നിന്ന് വ്യത്യാസമുള്ള ചെറിയ കാര്യങ്ങളാണിത്. പിന്നെ ഇതിൻ്റെ ഒരു എയറോഡൈനാമിക് ഷേപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നല്ല, ഇതിലും കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ പോലും ഇത്രയും ഭംഗിയുള്ളൊരു ഹെൽമെറ്റ് നമുക്ക് കിട്ടും. മെറ്റാലിക് പെയിൻറ്റ് ഫിനിഷൊക്കെയാണ് നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൽ നൽകിയിരിക്കുന്നത്. സോ വളരെ ക്ലോസപ്പിൽ നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവും. ഒരു സൺ വൈസറൂടെ ഇതിൽ നൽകിയിട്ടുണ്ട്. ഒരു ടിൻറ്റഡ് ആയിട്ടുള്ളൊരു സൺ വൈസറാണ്. സോ വെയിലുള്ള സമയങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് സൺഗ്ലാസ് യൂസ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടിൻറ്റഡ് ഗ്ലാസ്സാണ്. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ നൈറ്റിലാണെങ്കിലും ഡേയിലാണെങ്കിലും ഈ ഒരു ഹെൽമെറ്റ് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. ഇതൊന്ന് കുറച്ചുകൂടെ ടൂറിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് കൂടാണ് ഇത്. പക്ഷേ ടൂറിങ് ആണെന്ന് പറഞ്ഞ് ഹെൽമെറ്റിൻ്റെ ലുക്സിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്തൊരു ഹെൽമെറ്റുമാണിത്. അപ്പോൾ നമ്മുടെ വൈസർ ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റ് ഹെൽമെറ്റുകൾ കാണുന്ന പോലല്ല. ഇതിൻ്റെ താഴത്തെ ഈ ഒരു പോർഷനിലെ ഈ ഒരു നോബിൽ നിന്നാണ്. ഇതാണ് സംഭവം. അപ്പോൾ അതും വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ എയർ വെൻറ്റിലേഷൻ്റെ കാര്യം നോക്കിയാൽ ഇവിടെ നമുക്ക് ഫേസിലേക്ക് ഡയറക്റ്റ് വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് ഇങ്ങനെ ഓപ്പൺ ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഹെഡ് പോർഷനിൽ 2 സൈഡിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ വെൻറ്റിലേഷൻ വരുന്നത്. ടി കോഴ്സിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു സെൻട്രൽ പോർഷനിൽ കൂടെ നമുക്കൊരു ചെറിയൊരു വെൻ്റുണ്ട്. അത് വളരെ ഭംഗിയാണ് കാണാൻ. പക്ഷേ ഈ ഒരു ഹെൽമെറ്റിൽ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് എന്നിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് കൊടുത്താൽ മതി. നമുക്കിവിടെ ഒരു വെൻറ്റിലേഷൻ കാണാം. സോ ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്ത് ബോയിലറിൻ്റെ അകത്തായിട്ടാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2 വശത്തായിട്ടും വരുന്നുണ്ട്. അപ്പോൾ വെള്ളം കയറുമെന്നുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ റൈഡിലെ എയർ ഇതുവഴി ഇൻ ചെയ്ത് ഇതുവഴി ഔട്ടായിക്കോളും. സോ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എയർ വെൻറ്റിലേഷനാണ്. സോ ഹെൽമെറ്റിന് 1 ഇയർ വാറണ്ടിയാണ് നമുക്ക് ഷോപ്പുകാർ പറഞ്ഞിരിക്കുന്നത്. ഗിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ചെന്നൈ, അതുപോലെ തന്നെ നാർഗോൽ, ഈ 2 ഇടത്താണെന്ന് തോന്നുന്നു ഗിയേഴ്സിന് ഷോപ്പുള്ളത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള ഒരു ഷോപ്പാണ്. സോ അവരുടെ ഒരു വാറണ്ടി സ്റ്റിക്കറായിട്ടാണ് ഇത് കീപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഷെൽ വാറണ്ടി, അതുപോലെ തന്നെ പെയിൻറ്റ് വാറണ്ടി, അങ്ങനെ എന്തെങ്കിലും ഡാമേജസ് വന്നാൽ എക്സ്റ്റേണൽ ഇമ്പാക്റ്റ് കൊണ്ടോ ഉണ്ടാകാത്ത എന്തെങ്കിലും ഡാമേജസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അത് റീപ്ലേസ് ചെയ്ത് നൽകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹെൽമെറ്റിനെ കുറിച്ച് എനിക്കൊരു ഇനീഷ്യൽ ഇംപ്രഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ AGVക്ക് പകരമാകുമെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നൊന്നുമില്ല. സോ നിങ്ങൾക്ക് AGV ഇഷ്ടമാണെങ്കിൽ AGVയിലോട്ട് തന്നെ പോകാം. പക്ഷേ KYT ഒരു ഉറപ്പായും നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്ന ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് കൂടാണ്. അതിന് യാതൊരു ഡൗട്ടുമില്ല.
ശരിക്കും എയറോഡൈനമിക്കാണ്. ഒരുപാട് കളർ കോംബോ അതുപോലെ തന്നെ ഗ്രാഫിക്സുകളൊക്കെ നൽകുന്നുണ്ട്. ഇവൻ നിങ്ങൾക്ക് പ്ലെയിൻ കളറുകൾ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റിയും ഒരുപാടുണ്ട് ഹെൽമെറ്റിൽ.